ക്ലീമീസ് പിതാവിനെക്കുറിച്ച് ഒരാഴ്ച മുമ്പ് ഞാൻ തിരുവല്ലയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് യൂട്യൂബിലൊക്കെ വൈറലായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഈ സന്ദർഭത്തിൽ പറയുന്നില്ല. കാരണം പറയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട്, പിതാവ് അതിന് റെസ്പോണ്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പിതാവിൻ്റെ ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ സഭയുമായി എൻ്റെ പിതാവിൻ്റെ ബന്ധം പോലെ തന്നെ എനിക്കും ഒരുപാട് ബന്ധങ്ങളുണ്ട്. കാരണം ഈ സഭ നടത്തുന്ന മാർ യോഹന്നാനിയോസ് കോളേജിലാണ് പ്രീ ഡിഗ്രി മുതൽ ഡിഗ്രി വരെ 5 വർഷക്കാലം ഞാൻ പഠിച്ചത്. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ചയിലൊരു പ്രധാന ഘടകം മാർ യോഹന്നാനിയോസ് കോളേജായിരുന്നു. അന്ന് എനിക്ക് മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ തന്നത് മാർ ഗ്രിഗോറിയോസ് പിതാവായിരുന്നു. കാരണം അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ജയിക്കാൻ പ്രയാസമുള്ളൊരു കാലമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ വേണ്ടിയത്. ഇപ്പോഴാണെങ്കിൽ ആ പ്രയാസം ഉണ്ടാവില്ല, ഇപ്പോൾ തോൽക്കാൻ പ്രയാസമുള്ള കാലമാണ്. അപ്പം അന്ന് ഏതായാലും അങ്ങനെ അഡ്മിഷൻ കിട്ടി. അങ്ങനെ അന്ന് പിതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടെ അവിടെ ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ക്ലീമീസ് പിതാവിൻ്റെ പൗരോഹിത്യത്തിന് ആരംഭം കുറിച്ച മാർ ബസേലിയോസ് പിതാവ്, ഞാൻ 89 ആദ്യം മത്സരിക്കുമ്പോൾ അദ്ദേഹം ബത്തേരി ബിഷപ്പായിരുന്നു. എന്നൊരു സ്ഥാനാർത്ഥിയെ എന്ന് ഞാനാണെങ്കിൽ മത്സരിക്കുന്ന കാലത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ ഒരു ആന, അതായിരുന്നു അന്നത്തെ. അപ്പം അങ്ങനെ അന്ന് ബസേലിയസ് പിതാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്നെ അനുഗ്രഹിച്ച് അവിടെയുള്ള നിലവിളക്കിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി അനുഗ്രഹിച്ച രംഗം ഞാൻ ഓർക്കുക. അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, മുന്നോട്ട് പോയി. അന്ന് മുതൽക്ക് ക്ലീമീസ് പിതാവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. മാത്രമല്ല, ജീവിതത്തിൽ ആദ്യമായി മാർപ്പാപ്പയെ കാണാൻ എനിക്കൊരവസരം ഉണ്ടാക്കി തന്ന് ക്ലീമീസ് പിതാവാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ ഞാൻ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനാണ് റോമിൽ പോയത്. അപ്പോൾ എനിക്കൊരാഗ്രഹം, അങ്ങനെ പോപ്പിനെ കണ്ടാൽ കൊള്ളാം. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് വളരെയധികം ലോകശ്രദ്ധ ആകർഷിച്ചൊരു മഹാനായിരുന്നു. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഭാഗ്യമാണല്ലോ. എന്നോട് ചിലരൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്തിനാ അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതാ കർദിനാൾ നിങ്ങളുടെ നിയോജകമണ്ഡലത്തിലല്ലേ ക്ലീമീസ് പിതാവ്, പിന്നെ എന്തിനാണ് ഇത്ര സംശയിക്കുന്നത്? ഞാൻ പിതാവിനെ പോയി കണ്ടു. പിതാവ് ഒരു ബുധനാഴ്ച സമയം തന്നു, പോപ്പ് ജനങ്ങളെ കാണുന്ന ദിവസം. മാത്രമല്ല, എന്നെ VIP അവിടെ കൊണ്ടിരുത്തി. പോപ്പ് നേരെ വന്ന് 2 വാക്ക് സംസാരിക്കാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോഴാണ് മലയാളികൾക്കൊക്കെ വലിയൊരു അസൂയ. അവർ പറഞ്ഞു, ഞങ്ങളിവിടെ വന്ന് വർഷങ്ങളായിട്ടും ഞങ്ങളാരും പോപ്പിനെ കണ്ടിട്ടില്ല, നിങ്ങളെങ്ങനെ വന്ന് 2 ദിവസം കൊണ്ട് പോപ്പിനെ കണ്ടു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന കർദിനാൾ എൻ്റെ നിയോജകമണ്ഡലമാണ്, അതുകൊണ്ടാണ് എനിക്ക് കഴിഞ്ഞത്. അപ്പം അത്രയും നമുക്കൊക്കെ ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിനോടുണ്ട്. പിന്നെ മാത്രമല്ല, പൊതു ചടങ്ങുകളിലൊക്കെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും അത്യാവശ്യം ശാസനങ്ങളൊക്കെ നൽകാൻ നമ്മുടെ ക്ലീമീസ് പിതാവ് എല്ലാ സന്ദർഭത്തിലും നമുക്കൊക്കെ വേണ്ട ഉപദേശങ്ങൾ തരാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളൊക്കെ ഇന്ന് എത്ര തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഓണക്കാലാണ്, നിങ്ങൾക്കറിയാം, MLA മാർക്കും MP മാർക്കും മന്ത്രിമാർക്കൊക്കെ ഇതിന് ഉത്രാട പാച്ചലാണ്. പക്ഷേ ഇവിടെ വന്ന് തിരുമേനിയെ മുഖം കാണിച്ചില്ലെങ്കിൽ പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകും എന്നറിയാവുന്നതുകൊണ്ടാണ് ഇന്ന് ഏതാണ്ട് കേരളം മൊത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നെ ഇവിടെ ഈ സ്ഥാനത്ത് എത്തിച്ചതിൽ പിതാവിനൊരു പങ്കുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല, മുമ്പ് പറഞ്ഞതാണ്. ഏതായാലും അദ്ദേഹത്തിന് സർവശക്തൻ ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. ഇതിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാവട്ടെ. അത് ഏത് സ്ഥാനത്തൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ദൈവനിശ്ചയമാണ്. ആരോഗ്യവും ഉണ്ടാവണം, ദീർഘായുസ്സും ഉണ്ടാവണം. ദീർഘകാലം സഭയെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയണം. എങ്കിലേ ഞങ്ങൾക്കൊക്കെ ഒരു ഭാവി ഒന്നുകൂടെ ഉറപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ദൈവസഹായം പിതാവിന് എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ ഇവിടുത്തെ MLA എന്നുള്ള എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ സന്തോഷമുണ്ട്. എല്ലാം സർവശക്തനായ അനുഗ്രഹം. എല്ലാവർക്കും ഞാൻ ഓണാശംസകൾ കൂടെ നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും.